പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ കുറ്റമെല്ലാം ഗോവിന്ദൻ മാഷ് ഏൽക്കേണ്ടി വരും. പതിവ് പോലെ പിണറായി വിദഗ്ധമായി തന്നെ രക്ഷപ്പെടും. CPM അഖിലേന്ത്യാ നേതൃത്വവും ജനറൽ സെക്രട്ടറി MA ബേബിയും MV ഗോവിന്ദനെ നോട്ടമിട്ടിരിക്കുകയാണ്. നിയമസഭയിൽ പാർട്ടി തോറ്റാൽ മാഷിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അസ്തമന സൂര്യൻ വന്നുചേരും. CPM അതിന്റെ സമീപകാലത്തെ ഏറ്റവും വലിയ സംഘടനാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പാർട്ടിയുടെ ശക്തി ദുർഗങ്ങളായ കണ്ണൂരിലും ആലപ്പുഴയിലും CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ മുതിർന്ന നേതാക്കൾ തന്നെ അഴിമതി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ച് CPM നേതാക്കൾ ചെങ്കൊടി മാറ്റി ത്രിവർണ പതാക പിടിക്കേണ്ട സ്ഥിതിയാണ് കാര്യങ്ങൾ. നിസ്സാരമായി പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ ഇടപെടാതെ CPM സംസ്ഥാന നേതൃത്വം ബോധപൂർവമായ വീഴ്ച വരുത്തി. ആലപ്പുഴയിൽ മുതിർന്ന നേതാവായ G സുധാകരൻ CPM വിട്ട UDF പിന്തുണയോടെ സ്ഥാനാർത്ഥിയായത് പാർട്ടിക്ക് വലിയ പ്രഹരം ഏൽപ്പിച്ചതായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി വിശ്വസിക്കുന്നു. ഒരു സുധാകരൻ പോയാൽ 100 സുധാകരന്മാർ വരും എന്ന സലാം MLA പ്രസംഗത്തെക്കുറിച്ച് MA ബേബിക്ക് അനുകൂല അഭിപ്രായമല്ല ഉള്ളത്. സുധാകരന്റെ പിണക്കം തീർക്കാൻ മുഖ്യമന്ത്രിയോ MV ഗോവിന്ദനോ ഇടപെട്ടില്ല. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി സുധാകരനെ കാണാനോ സംസാരിക്കാനോ തയ്യാറാകാത്തത്. MV ഗോവിന്ദൻ G സുധാകരനെ വീട്ടിൽ പോയി കണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹം പാർട്ടി വിടുമായിരുന്നില്ലെന്ന് ബേബി വിശ്വസിക്കുന്നു. വീട്ടിലെത്തിയ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഇക്കാര്യം MV ഗോവിന്ദനെ അറിയിച്ചതാണ്. എന്നാൽ അദ്ദേഹം സുധാകരനെ കാണാൻ കൂട്ടാക്കിയില്ല. G സുധാകരനെ പാർട്ടിയിൽ നിന്നും ഇറക്കിവിട്ടത് MV ഗോവിന്ദനാണ് എന്ന് ബേബി കരുതുന്നു. ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവനും സുധാകരൻ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞു വീശുമെന്ന് ബേബി വിശ്വസിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ CPM കടപുഴകുമെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സുധാകരൻ CPM വിട്ടതുപോലെ നിരവധി പ്രവർത്തകർ പാർട്ടി വിടുമെന്നും കരുതുന്നു. ജില്ലയിലെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നും അവർ വിശ്വസിക്കുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിന് സ്വീകാര്യത കുറവായിട്ടും തന്റെ ഭാര്യയെ മത്സരിപ്പിക്കാൻ ഗോവിന്ദൻ ശ്രമിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ പ്രകോപിപ്പിച്ചത് പുറത്താക്കി. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ MV ഗോവിന്ദൻ ശ്രമിച്ചതായി TK ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ചു. CPMൽ ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കപ്പെട്ടത്. കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്ക് ആകെ നാണക്കേടുണ്ടാക്കിയതായാണ് TK ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിലെ ആക്ഷേപങ്ങൾ. ഗുരുതര ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ പോലും നേതാക്കൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് കണ്ടത്. കണ്ണൂരിലെ CPMൽ ഇങ്ങനെയൊരു അവസ്ഥ അല്ലെങ്കിൽ പ്രതിസന്ധി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നേതാക്കൾ എതിർത്തിരുന്നു. എന്നിട്ടും പിണറായി വിജയനോ പാർട്ടി സെക്രട്ടറിയോ തിരുത്തിയില്ല. പാലക്കാട് മുൻ MLA PK ശശി, ഇടുക്കി മുൻ MLA AS രാജേന്ദ്രൻ, പയ്യന്നൂരിലെ V കുഞ്ഞനന്ദൻ, കൊട്ടാരക്കര മുൻ MLA ആയിഷ പോറ്റി, VSന്റെ PA സുരേഷ് എന്നിങ്ങനെയുള്ള പ്രമുഖരാണ് അടുത്ത കാലത്ത് CPM ഉപേക്ഷിച്ചത്. പാർട്ടി നേതാക്കളുടെ സ്വജനപക്ഷപാതവും അഴിമതിയും ചൂണ്ടിക്കാട്ടിയിട്ടും ഇവർക്കൊന്നും പാർട്ടി മറുപടി നൽകിയില്ല. ഇതാണ് MV ഗോവിന്ദനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. കേരളത്തിലെ സംഘടനാ പ്രതിസന്ധി ഗൗരവമുള്ളതാണ് എന്ന വിലയിരുത്തലിലാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി. G സുകുമാരൻ നായർ പാർട്ടി വിട്ടതിൽ ബേബി അടുത്ത നിരാശയിലും ആശങ്കയിലുമാണ്. അങ്ങനെയാണ് CPM ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നതിന് കാരണമെന്നോ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തി നിന്നതോ എന്ന ചോദ്യവും ഉയരുകയാണ്. കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച മൂവ സംഘമാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും EP ജയരാജനും. ലോകത്തെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരം സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നത് 4 സംഘമായിരുന്നു. പാർട്ടിയിൽ ആരാലും ചോദ്യം ചെയ്യാത്ത സർവ്വ സൈന്യാധിപന്മാരായിരുന്നു ഇവർ. പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാക്കൾ. പാർട്ടിയിൽ വിഭാഗീയ പ്രതിസന്ധി പ്പോഴെല്ലാം ഒന്നിച്ചു നിന്ന് എതിർത്ത പോരാളികൾ. അതിൽ പിണറായിക്ക് ഇടവും വലവും നിന്ന് പടനയിച്ചവരിൽ പ്രധാനിയാണ് EP ജയരാജൻ. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EPക്ക് പുറത്തേക്കുള്ള വഴി തുറന്നത് CPMന്റെ കണ്ണൂർ കോട്ടയിലേക്ക് ഉള്ള വിള്ളൽ ചെറുതല്ല. പരസ്പര സഹായിച്ചും സഹകരിച്ചുമാണ് മൂവർ സംഘം വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ആകെ ഇവർ ജീവിതം കൊണ്ട് തിരസ്കരിച്ചുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രം, പ്രതിച്ഛായ ഇവയൊക്കെ ഉയർത്തിപ്പിടിച്ചാണ് ചോദ്യങ്ങൾക്ക് മറുപടികൾ നൽകിയത്. പിണറായിയും കോടിയേരിയും ജയരാജനും സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിച്ചു. കോടിയേരി മരണപ്പെട്ടപ്പോൾ പിണറായി ആദ്യമായി കരയുന്നത് ലോകം കണ്ടു. പാർട്ടിക്കെതിരെ ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും സംഘബലം കൊണ്ട് പ്രതിരോധിച്ചു. CMPക്കും MB രാഘവനും എതിരായ യുദ്ധത്തിൽ അടർക്കളത്തിൽ ഇറങ്ങി പോരാടിയാണ് ഇവർ കണ്ണൂരിൽ നിലയുറപ്പിച്ചത്. അതിൽ മൂവരും ഒറ്റക്കെട്ടായിരുന്നു.
രാഘവനെ പുറത്താക്കിയും CMPയെ തൂത്തെറിഞ്ഞും പാർട്ടിയിൽ ശുദ്ധികലശം നടത്തി. CITU വിഭാഗവും VS-ഉം തമ്മിലുണ്ടായ വടംവലിയിൽ VS-നൊപ്പം നിന്നു. വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ VS വിമർശനം ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ തന്ത്രങ്ങളെയും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കണ്ണൂർ പടയ്ക്ക് കഴിഞ്ഞു. EP കേരളം മുഴുവൻ സഞ്ചരിച്ചാണ് VS-നോടൊപ്പം നിന്ന നേതാക്കളെ മറുകണ്ഠം ചാടിച്ചത്. അങ്ങനെ പിണറായി വിജയന് പാർട്ടി പിടിച്ചുകൊടുത്ത നേതാവ് ആവുകയായിരുന്നു EP. പാർട്ടിയിൽ VS ക്രമേണ ഒറ്റപ്പെട്ടു. VS-ന് ഒപ്പം നിന്നവരിൽ പലർക്കും അധികാര സ്ഥാനങ്ങൾ പങ്കുവച്ചു. പുത്തൻ പണക്കാരുമായുള്ള സൗഹൃദം പുതിയ കാലത്തെ പാർട്ടി വികസനത്തിന് ആവശ്യമാണെന്ന് വ്യക്തമാക്കി. ലോകം മാറുമ്പോൾ കട്ടൻ ചായയും പരിപ്പുവടയും അല്ല സഖാക്കൾ കഴിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തി. പാർട്ടി സംവിധാനത്തെ അടിമുടി പുതുക്കി പണിതു. മൂവർ സംഘം പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആധിപത്യക്കാരായി. പാർട്ടിയിൽ വലതുപക്ഷ വ്യതിയാനം ആരോപിച്ച TP ചന്ദ്രശേഖരന്റെ തല പൂക്കല പോലെ തെറിച്ചു. അത് വിമർശനമുയർത്തുന്ന സഖാക്കൾക്ക് പാഠമായി. ഉൾപാർട്ടി ജനാധിപത്യം ഉൾക്കരുത്താക്കി മാറ്റി. VS വെറുക്കപ്പെട്ടവർ എന്ന മുദ്രകുത്തിയവർക്കൊപ്പം പാർട്ടി സ്ഥാനത്തേക്ക് പ്രവേശനം ലഭിച്ചു. പ്രത്യയശാസ്ത്രം പഠിച്ചും പഠിപ്പിച്ചും പോന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ മൂലയിലായി. അധികാരം പങ്കുവയ്ക്കുന്നതിന് പുതിയ സമവാക്യങ്ങളുണ്ടായി. പ്രായോഗികമായ അധികാരം എങ്ങനെ നിലനിർത്താമെന്നാലോചിച്ചു. സ്വകാര്യ സ്വത്ത് സംവാദത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ആരോപണം ഉയരുമ്പോൾ മറ്റുള്ളവർ സംഘം ചേർന്ന് പ്രതിരോധിച്ചു. നേതാക്കന്മാരുടെ മക്കൾക്ക് പണസമ്പത്തിന് പുതുവഴി വെട്ടി തുറക്കുകയും ന്യായീകരിക്കുകയും ചെയ്തു. ദല്ലാളുമാരുമായി സൗഹൃദത്തിലായി. ബൂർഷ്വ പത്രങ്ങളും വലതുപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നതെന്തും പച്ചക്കള്ളമെന്ന് വ്യാഖ്യാനിച്ചു. ഒടുവിൽ EP ജയരാജനെ സംരക്ഷിക്കാൻ പിണറായിക്കും കഴിഞ്ഞില്ല. അടുത്ത സമ്മേളനത്തോടെ CPM നേതൃത്വത്തിൽ തലമുറ മാറ്റം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. തലമുറ മാറ്റത്തിനായുള്ള പൊട്ടിത്തെറികളാണ് തുടങ്ങിയിരിക്കുന്നത്. കണ്ണൂരിൽ പൊട്ടിത്തെറി തുടങ്ങി. ജയരാജന് വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല. എന്നാൽ ജാഗ്രത കുറവിൽ അടിതെറ്റി.